ചായയെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളോട് ചായ കുടിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പോകാം എന്ന് തോന്നിയാൽ ചായയ്ക്ക് സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചായ കുടിക്കാനുള്ള ദാഹം തോന്നി എന്നല്ല, പകരം നിന്നോട് എനിക്കെന്തോ പറയാനുണ്ട് എന്നാണ്. ഒരു ചായ കുടിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചായ കുടിക്കുന്ന നഗരം ഏതാണ് എന്നറിയാമോ? അങ്ങനൊരു നഗരമുണ്ട്. ആ നഗരമാണ് ബംഗളൂരു. ബംഗളൂരുവിലെ ചായയാണ് ഏറ്റവും നല്ല ചായ എന്നല്ല അതിനർത്ഥം. പക്ഷേ ചായ കുടിക്കുന്ന, ആസ്വദിച്ച് ചായ കുടിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള നഗരം നമ്മളുടെ ബംഗളൂരുവാണ്. ഓൺലൈൻ ഡെലിവറി ആപ്പായ ഇൻസ്റ്റാമാർട്ടിൻ്റേതാണ് റിപ്പോർട്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചായ ഓർഡർ ചെയ്യുന്ന നഗരം ബംഗളൂരുവാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2ാം സ്ഥാനത്ത് മുംബൈയാണ്, 3ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. നമ്മുടെ കേരളവും പട്ടികയിലുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ചായപ്രേമികളുടെ എണ്ണം കുത്തനെ കൂടുന്നുണ്ട് എന്നാണ് ഇൻസ്റ്റാമാർട്ടിൻ്റെ റിപ്പോർട്ട്. ചൂട് ചായ മെട്രോ നഗരങ്ങളിലേക്കാൾ കൂടുതൽ ചെറുനഗരങ്ങളിലാണ് എന്നും റിപ്പോർട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പറയും, സാധാരണ ഈ തേയില ആദ്യം നമ്മുടെ കയ്യിൽ, നമ്മൾ ഈ വലിയ ഹോട്ടലുകളിലൊക്കെ പോകുന്ന സമയത്ത് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളം, പിന്നെ മിൽക്കിൻ്റെ ക്രീം അല്ലെങ്കിൽ പാല് വേറൊന്നായിട്ട്, പിന്നെ പഞ്ചസാര വേറൊന്നായിട്ട്, തേയിലപ്പൊടി വേറൊന്നായിട്ട് കൊണ്ട് തന്ന് നിങ്ങൾ തന്നെ ഇട്ടങ്ങ് കുടിച്ചോ എന്ന് പറയുന്ന രീതിയാണ്. പക്ഷേ യഥാർത്ഥ ചായ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ചായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടി വീശി ഒരു അടിയുണ്ടല്ലോ, ആ അടിയിൽ നൂല് പോലെ ഇങ്ങനെ താഴെ ഗ്ലാസ്സിലേക്ക് പാല്, ഈ കൃത്യമായിട്ട് അളവ് ചേർത്തിരിക്കുന്ന തേയിലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് മുകളിലേക്ക് മിക്സ് ചെയ്യുന്ന ആ മിക്സിലാണ് യഥാർത്ഥത്തിൽ ചായയുടെ സൗന്ദര്യവും ചായയുടെ സ്വാദും, അല്ലേ? അത് കൃത്യമാവണം, അതിന് കൃത്യമായ അളവൊക്കെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ സമാവർ ചായയാണ് ഏറ്റവും നല്ല ചായ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാതുള്ള ചായ, പൊടിച്ചായ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, പൊടിച്ചായ എന്ന് പറയുന്നത് പൊടിയിട്ട ചായ, ആ അർത്ഥമാണ്. അതല്ലാതെ ഈ ബാഗിൽ ഉണ്ടാക്കി വരുന്ന, ടീ ബാഗിൽ കൊണ്ടുവരുന്ന ചായ, അതൊന്നും വലിയ സ്വാദൊന്നും ഇല്ലെന്നേ. അപ്പോൾ അടിച്ചു കുടിക്കുന്ന ചായയാണ് യഥാർത്ഥത്തിലുള്ള ചായ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ചായക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ബംഗളൂരുവിലാണത്രേ, ഇന്ത്യയിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഏറ്റവും ആസ്വദിച്ച് ചായ കുടിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദീർഘമായൊരു മലമുകളിലേക്കുള്ള യാത്ര കഴിഞ്ഞ് ആ യാത്രയിൽ ഒരു പ്രത്യേക ഇടത്ത്, നല്ല വിശാലമായ ഒരു താഴ്വാരമൊക്കെ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, തണുത്ത് വിറങ്ങലിച്ച് നല്ല മഞ്ഞിൻ്റെ മറവിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടയാളിൻ്റെ കൈ പിടിച്ച് നിങ്ങൾ അടുത്തിരുന്ന് ഒരു ചായ, അവിടെയുള്ള ഏതെങ്കിലും ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ചെറിയ ഒരു ചായക്കടയിൽ അല്ലെങ്കിൽ ചെറിയൊരു ടാർപോളിൻ്റെ കീഴിൽ വെച്ച് നല്ല ചൂട് ചായ മുട്ടിത്തരും. കുറച്ചേ കാണത്തുള്ളൂ, പക്ഷേ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന സ്വാദും ഒരനുഭൂതി ഉണ്ടല്ലോ, ഒത്ത് വേറെ ഒന്നിനും കിട്ടില്ല.